ഈ പലപ്പോഴും നമ്മൾ ഈ ഇൻസ്റ്റ സ്റ്റോറീസിൻ്റെ കാര്യത്തിൽ പറയാം, നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ് കാണിക്കുക, കുറച്ച് കളർഫുൾ ലൈഫായിരിക്കും കാണിക്കാന്ന് പറയും. പ്രത്യേകിച്ച് സെലിബ് കാറ്റഗറിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും പലപ്പോഴും ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക, വിഷ്വൽ ട്രീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ സിജോൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന കാര്യമല്ല, അവരും റിയൽ കുറേ സാധനങ്ങൾ വരും കുറച്ച് ജെന്യുവനായിട്ട് എന്താണ് എന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല എങ്ങനെയായിരുന്നു എന്നുള്ളത് വരെ സിജു കാണിക്കുന്നു പറയും. ഈ അടുത്തൊരു സംഭവം തന്നെയായിരുന്നു വീടിൻ്റെ കാര്യം പറഞ്ഞിട്ട് ചെയ്യുക എന്നുള്ള സാധനം. ഏറ്റവും ഇമോഷണൽ ആയിട്ട് എപ്പോഴും കൊച്ചിലെ ഓർക്കുന്ന ഒരു കാര്യം ശരിക്കും വീടുമായി ബന്ധപ്പെട്ട ഓർമ്മയാണോ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഈ ബിബിയിൽ പോയി ഞാൻ അങ്ങനെയൊന്നും ബോധടാവുന്ന ആളൊന്നുമല്ല. ബിഗ് ബോസിൽ പോയത് കൊണ്ടോ അല്ലെങ്കിൽ അത് വലിയൊരു ഫെയിം ആയിട്ട് ഞാൻ കരുതുന്നുമില്ല. സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും മറന്നു, ഒബിയസ്ലി നമ്മളൊക്കെ ആൾക്കാർ മറന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതാണ് നമ്മൾ പച്ചയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വീട് കാണിക്കുമ്പോഴാണെങ്കിലും അല്ല എൻ്റെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ റഹ്മർ പറഞ്ഞ പോലെ ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ എന്താണോ അത് തന്നെ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങള് ഈ വീട് കാണിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അച്ചുവും അനിയത്തിനോട് പറഞ്ഞു, എടാ നമുക്ക് വീട് ആദ്യം ഒതുക്കാം, വീടെല്ലാം ക്ലീൻ ചെയ്തിടും എന്നിട്ട് നമുക്ക് കാണിക്കും. അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാനും അത് ചോദിക്കാൻ കാരണം അതാ, കാരണം എല്ലാവരും ഒന്ന് സെറ്റ് ആക്കി വെക്കും. തുടങ്ങുമ്പോ തന്നെ ബീൻബാഗൊക്കെ സെറ്റ് ഔട്ട് അത് കണ്ടന്റ് ആക്കി. കാരണം അത് 2 ദിവസം അവിടെ ഇരിക്കുക, ഇന്ന് ഞാൻ വരുമ്പോഴും അവിടെ തന്നെ ഇരിക്കുക. അത് മാറ്റിയിട്ടില്ല, ഇതിനു വേണ്ടി മാറ്റേണ്ടതില്ല. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത് കൂടുതലായിട്ട്. പിന്നെ ഞാൻ എന്റെ വീടിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ അത്ര വലിയ വീട്ടിൽ ജനിച്ച ആളോ അങ്ങനെ അല്ലെങ്കിൽ അത്ര വലിയ സാമ്പത്തികമുള്ള ആളൊന്നും അല്ല. അപ്പൊ ഞാൻ ഉള്ളത് കാണിച്ചാൽ മതിയല്ലോ, നമ്മള് എക്സ്ട്രായും കാണിക്കേണ്ട. കൂടുതൽ ഇപ്പൊ നമുക്ക് 2 രീതി വേണമെങ്കിൽ വ്ളോഗ് ചെയ്യാം. ഒന്ന് നമുക്കുള്ള സാമ്പത്തികത്തെക്കാൾ കുറച്ചുകൂടെ ദാരിദ്ര്യം കൂട്ടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം. അയ്യോ എനിക്കൊന്നും ഇല്ല, എനിക്ക് മറ്റാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ പോഷ് കാണിച്ച് ചെയ്യാം. ഇത് രണ്ടിന്റെ ആവശ്യമില്ല. ഞാൻ എന്താണോ എനിക്ക് അത് കാണിച്ചാൽ മതി എന്നാണ് എന്റെ താല്പര്യം. ഓഡിയൻസ് പറഞ്ഞു ഇവൻ അങ്ങനെ ഭയങ്കര സാമ്പത്തികമാണെന്ന് പറഞ്ഞിട്ട് ഇവൻ വൻ വീടൊക്കെയാണല്ലോ. അത് മറ്റേ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ കുറ്റമല്ല. കാരണം അവരൊരു പക്ഷേ ഒരു ചെറിയ വീട്ടിലായിരിക്കാം താമസിക്കുന്നത്. അപ്പൊ അവർ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ പിച്ചയുടെ വലിപ്പമുള്ളതായിട്ട് തോന്നിയേക്കാം. അപ്പോൾ അവരത് അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ എന്റെ ഞാൻ ഇതിനൊക്കെ ഒരിക്കലും ഞാൻ എവിടെയും പാവപ്പെട്ട ദരിദ്രനാണെന്നോ അല്ലെങ്കിൽ ഒരുപാട് ദരിദ്രനാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഫാമിലിയെ പറ്റി അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക ചുറ്റുപാടിനെ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ബിഗ് ബോസിലാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോ കാണിക്കുന്നത് പച്ചയായിട്ടാണ്. അങ്ങനെ തന്നെ പോകാനാണ് എനിക്ക് താല്പര്യം. ഈ കൊച്ചിലെ തൊട്ടിട്ട് കുറെ കാര്യങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുള്ള ആളാണ് അല്ലെ? ഈ സ്വരൂട്ടി വരാന്ന് പറഞ്ഞ പോലെ കുറെ പ്ലാനിങ് സംഭവം ഉണ്ടായിരുന്നു. ഈ പൊട്ടുമ്പോ വരെ അടുത്തൊന്നിലേക്ക് നയിക്കാൻ പ്രചോദിപ്പിക്കുന്നത് എന്താ? അവനവൻ തന്നെയാണോ അതോ സാന്നിധ്യങ്ങൾ ഉണ്ടായിരുന്നോ? സാന്നിധ്യം ഏറ്റവും ആദ്യം അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുള്ളത് ചെറുപ്പം മുതൽ. കാരണം ഇപ്പൊ ഞാൻ BEd കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ BSc MSc BEd കാരനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ടീച്ചറായി കാണണമെന്നായിരിക്കും എന്റെ വീട്ടിലുള്ള എല്ലാവരുടെ ആഗ്രഹം. കാരണം അവരുടെ പണം കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ MSc വരെ എന്റെ അമ്മയുടെ പണം കൊണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. BEd ആണ്, പിന്നീട് BEd എന്റെ അമ്മ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നതുകൊണ്ട് കുറച്ച് സാമ്പത്തികം എന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയാണ് ഞാൻ ആ പ്രൊഫഷനിലേക്ക് പോകുന്നില്ല, ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട്, കാരണം എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്, എന്റെ അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ല, എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പൊ സാമ്പത്തികം എന്ന് ചോദിച്ചാൽ അച്ഛൻ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ അന്നത്തെ ദിവസം വീട്ടിൽ സാമ്പത്തികം ഇല്ല എന്നാണ് എന്റെ അർത്ഥം. അപ്പോൾ അന്ന് പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 1000 രൂപ പോലും തികച്ച് ആ സമയത്ത് കൂലിയില്ല ഒരു ദിവസം. അപ്പൊ നമുക്ക് ഒരു മാസം നമ്മുടെ മാക്സിമം വരുമാനം എന്ന് പറയുന്നത് 30,000 രൂപ 30 ദിവസം പണിക്ക് പോയാൽ, അല്ലെങ്കിൽ 25 ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ 25,000 രൂപ. അതുകൊണ്ട് 3 മക്കളെ പഠിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അടപടം പൊട്ടും. അപ്പൊ റിസ്ക് ആണ് ഭയങ്കര. അപ്പൊ എനിക്ക് അമ്മ പറഞ്ഞു, ഓക്കെ നിനക്ക് അങ്ങനെ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നീ കുറച്ച് നാള് ഒന്ന് പോയി നോക്ക്. അങ്ങനെ അമ്മ ആദ്യം സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ അവരുടെയൊക്കെ ആ സപ്പോർട്ടിന് വിരുദ്ധമായി ഞാൻ എല്ലാം പൊട്ടിച്ചു കാണിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ പെട്ടെന്ന് പൊട്ടിക്കും. ഒരു ബിസിനസ് തുടങ്ങും, 2 മാസം കൊണ്ട് പൊട്ടിക്കും. ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഞാൻ ഏറ്റവും ആദ്യം ചെയ്തപ്പോഴത്തേക്ക് എന്റെ അമ്മൂമ്മ എനിക്ക് കുറച്ച് കാശ് തന്നിട്ട് പറഞ്ഞു, മോനെ പട്ടിക്കച്ചവടം സ്റ്റാർട്ട് ചെയ്യാൻ പോകും, അപ്പൊ നീ ഇത് വെച്ചിട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു 13 പട്ടിയായിട്ട് വീട്ടിൽ വരുന്നു, കുറെ പട്ടിക്കൂട് കെട്ടുന്നു, പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ ആ പൈസ കിട്ടിയത് മൊത്തം ഞാൻ പട്ടീനെ വാങ്ങിച്ചു, പട്ടിക്കൂട് പണിതും തീർത്ത്. ഇത് തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 10,000 രൂപ വാങ്ങിച്ച പട്ടി. ഈ പട്ടിക്ക് തീറ്റ കൊടുക്കാൻ കാശില്ല, പീഡിപ്പിക്കാനുള്ള സ്പേസ് ഇല്ല. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 10,000 രൂപയ്ക്ക് വാങ്ങിച്ച പട്ടിയാണെന്നുണ്ടെങ്കിൽ 2,000 രൂപ ഞാൻ വിൽക്കും. കാരണം നമുക്ക് വേറെ ഇനി ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഏറ്റവും ആദ്യത്തെ മുതൽ അമ്മൂമ്മയാണ് എനിക്ക് തരുന്നത്. അത് മൊത്തം തീർന്നു. പിന്നീട് ഞാൻ വീട്ടുകാർക്ക് ഞാൻ കാശ് ചോദിക്കില്ല. പിന്നെ ഞാൻ തന്നെ കുറച്ച് പരിപാടീസ് ഒക്കെ ട്യൂഷൻ പഠിപ്പിക്കുന്ന കാശും അല്ലെങ്കിൽ കുറച്ച് കാറ്ററിങ്ങിന് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പണിക്കൊക്കെ പോകും. എന്നിട്ട് ഞാൻ കാശ് കൂട്ടി വെച്ചിട്ട്
അടുത്ത ബിസിനസ് തുടങ്ങും. ബിസിനസ് ചെയ്ത് ശരിയാണെങ്കിലും ലാഭം മുഴുവൻ നാട്ടുകാർക്ക് വണ്ടി 2000 രൂപയ്ക്ക് കിട്ടും അല്ലേ? എല്ലാം വണ്ടി കച്ചവടം ചെയ്തു. വണ്ടി കച്ചവടം ചെയ്തിട്ട് അത് പൊട്ടി. നമ്മുടെ പട്ടാളത്തിൽ കൂട്ടുകാരുണ്ട്. അപ്പൊ എനിക്ക് വിളിച്ച് ഞാൻ പറയടാ, ഈ പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ മിലിറ്ററി ബുള്ളറ്റ് ട്രെയിനിൽ കയറ്റി അയച്ചു തരൂ, ഞാൻ ഇവിടെ അത് ലക്ഷങ്ങൾ. അപ്പം അവനിപ്പോ ഒരു 50,000 രൂപ ഞാൻ അയച്ചു കൊടുക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് അത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൂട്ടി വെച്ച് കൂട്ടുകാരുടെ കടവ് വാങ്ങിച്ചിട്ട് 50,000 രൂപ ആകുമ്പോഴത്തേക്കും 50,000 രൂപ അയച്ചു കൊടുക്കും. ബുള്ളറ്റ് വരും. പക്ഷെ ഈ ബുള്ളറ്റിന് ചിലപ്പോൾ 1 ലക്ഷം രൂപ പണിയുണ്ടാവും. എന്നിട്ട് ഞാനത് വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടുകാരുണ്ട് എല്ലാവരും. അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്താണ് ദാസ നമുക്ക് ഈ പുതിയ ഓരോന്ന് കൊട്ടുമ്പോഴും അടുത്തൊരു സാധനമായിട്ട് ഒരാൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കും. എന്റെ ഒരു ബിസിനസ് പാർട്ണർ കൂട്ടുകാരനുണ്ട്, നിഖില്. വീട്ടിൽ വന്നിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു സംസാരിച്ചിരിക്കും, എന്താ പുതിയ പ്ലാൻ? ഞാനിപ്പോ എണ്ണ കച്ചവടം ചെയ്യുന്നു, കായത്തിന്റെ കച്ചവടം ചെയ്യുന്നു. അപ്പൊ എനിക്ക് ചോദിച്ചു, നിന്റെ പുതിയ പ്ലാൻ എന്താ? ഞാനൊരു പൊട്ടിക്കാരംഭിക്കാൻ പോകുന്നു. ഞാൻ പറയും, ഇനി നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യില്ലേ, അപ്പം പൊട്ടി അടപടലായി പോകും, വേറെ വേറെ ആക്കിയാൽ മതി. പക്ഷെ ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കണമെന്നല്ലത്, എന്താ ചെയ്യാത്തേ ചോദിക്കുന്നത് ഉണ്ട്. ശരിക്കും ലിനുവിന്റെ എൻട്രിയിൽ ശരിക്കും ഇതിൽ ഏത് കച്ചവടമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്? അതോ മണി ചെയിൻ ആയിരുന്നു? മനസ്സിലായിരുന്നു. പിന്നെ അതൊരുമാതിരി പരിപാടിയൊക്കെ കൈ കിട്ടി, അപ്പൊ മാറിയിരിക്കുക. അപ്പം പിന്നാണ് മീനിന്റെ തുടങ്ങിയത്. അത് ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് പോകും, പരിപാടി നിങ്ങളങ്ങോട്ട് പറ്റത്തില്ല. സാധനം നഷ്ടപ്പെടുന്നതും അറിയുന്നില്ല. MSCBയുടെ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ നോക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ, നമ്മുടെ അടുത്തൊരു മുന്നോട്ട് പോവാൻ. ഞാൻ പറയുന്ന എപ്പോഴും കണക്ക് ഇങ്ങനെയായിരുന്നു, ഇപ്പൊ നഷ്ടമാണെങ്കിലും ഒരു 6 മാസം സമയം 6 മാസം കൊണ്ട് നമുക്ക് ലാഭത്തിലേക്ക് മാറ്റിയെടുക്കാം. അതായിരുന്നു എന്റെ പോളിസി. പക്ഷെ ഈ 6 മാസം ജീവിച്ചു പോകാനുള്ള സാമ്പത്തിക മൂല്യം കയ്യിലുണ്ടായിരുന്നില്ല. ഈ കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് അല്ലെ, ഇത് എന്ത് തരം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ബാക്ക് ടു ബാക്ക് വേണം, പൈസ വേണം എന്നുള്ളതും ഒരു ഘടകമുണ്ട്.